സ്വപ്നതുല്യമായ പദ്ധതികൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സമീപകാലത്ത് സൗദി അറേബ്യ. അതിലെ ഏറ്റവും പുതിയ അധ്യായമായിരിക്കും ഡ്രീം ഓഫ് ദി ഡെസേർട്ട് എന്ന പേരിൽ സൗദി അറേബ്യ ലോകത്തിന് സമ്മാനിക്കാൻ പോകുന്ന അൾട്രാ ലക്ഷൂറിയസ് ട്രെയിൻ. സൗദി അറേബ്യയിൽ ആരംഭിക്കാൻ പോകുന്ന ഡ്രീം ഓഫ് ദി ഡെസേർട്ട് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ 5 സ്റ്റാർ ട്രെയിൻ സർവീസ് ആയിരിക്കും. ഇറ്റലിയിലെ പ്രമുഖ ലക്ഷറി ഹോസ്പിറ്റാലിറ്റി കമ്പനിയായ ആഴ്സണൽ SPA ആണ് ഈ ട്രെയിൻ ഒരുക്കിയത്. റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് സമ്മേളനത്തിൽ ട്രെയിനിന്റെ ഉൾഭാഗം പ്രദർശിപ്പിച്ചത് ഈ പദ്ധതിയുടെ ആദ്യ ദൃശ്യം ലോകത്തിന് നൽകി. സൗദി റെയിൽവേ, ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രാലയം, ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി, സാംസ്കാരിക മന്ത്രാലയം, ടൂറിസം അതോറിറ്റി എന്നിവയുമായി ചേർന്നാണ് ആഴ്സണൽ ഈ ട്രെയിൻ വികസിപ്പിച്ചെടുത്തത്. ഇതാണ് ട്രെയിനിന്റെ ഡൈനിൻ ഏരിയ. ഈ ട്രെയിനിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട എല്ലാ ഹെറിറ്റേജ് സൈറ്റുകളെയും കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഈ ട്രെയിൻ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതായത് റിയാദിൽ നിന്ന് ആരംഭിച്ച് ബുറൈദ കടന്ന് ഹായിലേക്ക് എത്തും. അവിടെ ജുബ്ബ എന്നറിയപ്പെടുന്ന ഹിസ്റ്റോറിക്കൽ സൈറ്റുമായി ഈ ട്രെയിൻ കണക്ട് ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് അൽജോഫിലെ ചരിത്ര പ്രദേശങ്ങളിലേക്കും ഇത് നീങ്ങും. അത് കഴിഞ്ഞ് ജോർദാൻ അതിർത്തിയായ കുറിയാത്ത് വരെയാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുക. So it's a new train that help you to discover Saudi Arabia in a different way. A beautiful train where you can sleep, where you can eat, where you can, of course, live the culture, and where you can see the scenery, scenery after scenery from the window of the train. Saudi Arabia is not just a desert. We call it the dream of the desert because it's a dream that goes through the desert, but you go in places like Hail where there is the mountain, Qasim where there is greenery, and then you get to important historical site like Al Jof. So this is like a new way to discover the country. ട്രെയിനിൽ 31 പ്രൈവറ്റ് സ്യൂട്ടുകളും 2 പ്രസിഡൻഷ്യൽ സ്യൂട്ടുകളും ഉണ്ട്. ഇത് 33 വരെ വികസിപ്പിക്കാം. പരമാവധി 66 മുതൽ 70 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇതിൽ 2 റെസ്റ്റോറന്റ് കാറുകളും ഒരു മജ്ലിസ് ലോഞ്ചും ഉണ്ടാകും. മരത്തിൽ കൊത്തിയ അലങ്കാരങ്ങൾ, മരുഭൂമിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട നിറങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ സൗദി പൈതൃകത്തിന്റെ ഊഷ്മളതയും സമ്പന്നതയും പ്രതിഫലിപ്പിക്കുന്നു. ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഹോട്ടലിനകത്ത് കയറിയ അതേ ആംബിയൻസ് ആണ്. കയറി കഴിഞ്ഞാൽ ആദ്യം ഒരു ഡൈനിങ് ഹാൾ, അത് കഴിഞ്ഞൊരു റിസപ്ഷൻ ഏരിയ, അത് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ഇരിക്കുവാനും മറ്റൊക്കെയുള്ള സൗകര്യം. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ ട്രെയിനിനകത്ത് ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. First, Dream of the Desert will have 14 train cars for a total of 34 cabins. So we expect to accommodate around 70 guests on board. On 2 restaurants, one restaurant will be with the local food and the local experience. One restaurant will be on the international type of cuisine. And then we have, of course, the lounge area, the majlis area for the entertainment at night. So you can either stay in your cabin or you can go and stay in the lounge, stay at the restaurant, stay in the majlis, and have a touch with other people. അവസാനത്തോടെ റിയാദിൽ നിന്നും സർവീസ് ആരംഭിക്കും. റിയാദിൽ നിന്നും ആരംഭിച്ച് വടക്കൻ റെയിൽവേ നെറ്റ്വർക്കിലൂടെ ഏകദേശം 1300 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുക.
ജോർദാൻ അതിർത്തിക്കടുത്തുള്ള സൗദിയിലെ അൽ ഖുറയ്യാത്ത് വരെയായിരിക്കും സർവീസ്. ഒരു അൾട്രാ ലക്ഷൂറിയസ് ട്രെയിൻ യാത്ര അടുത്ത വർഷം മുതൽ സൗദി അറേബ്യയിലുള്ളവർക്ക് അനുഭവിക്കാനാകും. ഘട്ടം ഘട്ടമായി ഈ ട്രെയിനിന്റെ യാത്ര കൂടുതൽ ചരിത്ര പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കും. പ്രശസ്ത ആർക്കിടെക്റ്റും ഇന്റീരിയർ ഡിസൈനറുമായ അലൈൻ അസ്മർ ഡി അമ്മാൻ ആണ് ട്രെയിനിന്റെ ഇന്റീരിയർ രൂപകൽപ്പന ചെയ്തത്. സൗദി പൈതൃകവും ഇറ്റാലിയൻ കരകൗശലവും സമന്വയിപ്പിച്ചാണിത്. കുറഞ്ഞത് 5000 റിയാലെങ്കിലും ഒരാൾക്കുള്ള പാക്കേജിന് വന്നേക്കുമെന്നാണ് കണക്ക്. 33 ഹോട്ടൽ മുറികളാണ് ഈ ട്രെയിനിനകത്ത് സജ്ജീകരിക്കുക. ആകെ 66 പേർക്കായിരിക്കും ഒരേ സമയം ഇതിനകത്ത് യാത്ര ചെയ്യാൻ അവസരം. So Arsenale, our group, has several trains in the world. We have the Dolce Vita Orient Express in Europe, it's running in Italy, and in Europe we have the Golden Eagle, who is running in Central Asia and in Eastern Europe. And so this is our first international train named Dream of the Desert. We will do the operation on board. We have expertise in this field. Today we have many clients that are very satisfied and happy with all our trains, and so we think and we believe that we will do and we can do a very great job also here. കൗതുകവും ടൂറിസത്തിന്റെ മികച്ച സാധ്യതകളും സമന്വയിപ്പിക്കുന്ന പദ്ധതി സൗദിയുടെ മികച്ച ആകർഷണങ്ങളിൽ ഒന്നായി മാറും.